Morning students. Today we'll continue the chapter building materials. First one, cement. Cement is a binder, a substance that sets and hardens independently and can bind other materials together. സിമെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, അതൊരു ബൈൻഡറാണ്. അത് സ്വന്തമായിട്ട് തന്നെ സെറ്റ് ചെയ്യുകയും അതുപോലെ ഹാർഡൻ ചെയ്യുകയും ചെയ്യും. അതേസമയം നമ്മുടെ മറ്റു മെറ്റീരിയലായ ഫൈൻ അഗ്രിഗേറ്റ്സ്, കോഴ്സ് അഗ്രിഗേറ്റ്, സ്റ്റീല് തുടങ്ങിയ മെറ്റീരിയലുകളെ പരസ്പരം ബൈൻഡ് ചെയ്യാനും എന്തുപയോഗിക്കുന്നുണ്ട്? സിമെന്റ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. Natural cement is obtained by burning and crushing the stones containing clay, calcium carbonate, and some amount of carbonate of magnesia. It sets very quickly after addition of water. It is not as strong as artificial cement and hence it has limited use in practice. അതായത് സിമെന്റ് രണ്ട് തരത്തിലുണ്ട്. ആർട്ടിഫിഷ്യൽ സിമെന്റ് ഉണ്ട്, നാച്ചുറൽ സിമെന്റ് ഉണ്ട്. നാച്ചുറൽ സിമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലേ അടങ്ങിയിരിക്കുന്ന സ്റ്റോൺസും അതുപോലെ തന്നെ കാൽസ്യം കാർബണേറ്റ്, കാർബണേറ്റ് ഓഫ് മഗ്നീഷ്യ ഇവയെല്ലാം ചൂടാക്കി പൊടിക്കുന്നതാണ്. ചൂടാക്കി പൊടിച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് സിമെന്റ് എന്ന് പറയുന്നത്, നാച്ചുറൽ സിമെന്റ് എന്ന് പറയുന്നത്. ഇതിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത് സെറ്റാവും, ക്വിക്കലി ആയിട്ട് സെറ്റാവും, സമയം എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, ഇത് സ്ട്രോങ് അല്ല, നോട്ട് എ സ്ട്രോങ്, അത്രയും സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നില്ല. ഓക്കെ. അതേസമയം ആർട്ടിഫിഷ്യൽ സിമെന്റ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ആർട്ടിഫിഷ്യൽ സിമെന്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ബേണിംഗ് അറ്റ് എ വെരി ഹൈ ടെമ്പറേച്ചർ എ മിക്സർ ഓഫ് കാൽസേറിയസ് ആൻഡ് ആഗ്ലീഷ്യസ് മെറ്റീരിയൽസ്. Calcinated product known as clinker is pulverized with gypsum to form a fine powder known as cement. അതായത് ആർട്ടിഫിഷ്യൽ സിമെന്റ് എന്ന് പറയുന്നത് കാൽസേറിയസ് മെറ്റീരിയൽസ് മീൻസ് കാൽസ്യം കാർബണേറ്റ് അതുപോലെ ലൈം സ്റ്റോൺ ഒക്കെ അടങ്ങിയിരിക്കുന്ന മെറ്റീരിയലുകളാണ് കാൽസേറിയസ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ കാൽസേറിയസ് മെറ്റീരിയൽസും അതുപോലെ തന്നെ ആഗ്ലീഷ്യസ് മെറ്റീരിയൽസും എന്ന് പറയുന്നത് നമ്മുടെ ക്ലേ അടങ്ങിയിരിക്കുന്ന മെറ്റീരിയൽസ് ആണ് ആഗ്ലീഷ്യസ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇവ രണ്ടും എന്ത് ചെയ്യും? നന്നായിട്ട് ഹൈ ടെമ്പറേച്ചറിൽ ബേൺ ചെയ്യും. വളരെ ഹൈ ടെമ്പറേച്ചർ ബേൺ ചെയ്ത് അതിനോട് കൂടി ലഭിക്കുന്ന ക്ലിങ്കർ, നന്നായിട്ട് ബേൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉൽപ്പന്നമാണ് ക്ലിങ്കർ എന്ന് പറയുന്നത്. ഈ ക്ലിങ്കർ അതിനോട് ജിപ്സം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ജിപ്സം ചേർത്ത് ക്ലിങ്കറിനെ നന്നായിട്ട് നൈസ് പൗഡറായിട്ട് പൊടിക്കും, വളരെ ഫൈൻ പൗഡറായിട്ട് പൊടിക്കും. അങ്ങനെ ക്ലിങ്കറും ജിപ്സും ഫൈൻ പൗഡറായിട്ട് പൊടിക്കുന്ന അതിന് പൾവറൈസേഷൻ എന്ന് പറയാം. പൾവറൈസ് ചെയ്യാം. പൾവറൈസ് ചെയ്തിട്ട് ആ പൾവറൈസ് കിട്ടുന്ന പൊടിക്കാണ് നമ്മുടെ ഫൈൻ പൗഡറിനാണ് സിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. കാൽസേറിയസ് മെറ്റീരിയൽസും ആഗ്ലീഷ്യസ് മെറ്റീരിയൽസും വളരെ ഹൈ ടെമ്പറേച്ചറിൽ ബേൺ ചെയ്ത് ലഭിക്കുന്ന ക്ലിങ്കറിനോട് കൂടെ ജിപ്സം ആഡ് ചെയ്തിട്ട് അതിനെ വളരെ നൈസായിട്ട് പൾവറൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കിട്ടുന്ന മെറ്റീരിയലാണ്, ആ ഫൈൻ പൗഡറാണ് സിമെന്റ്. ഓക്കെ. നെക്സ്റ്റ്, പ്രോപ്പർട്ടീസ് ഓഫ് സിമെന്റ്. പ്രോപ്പർട്ടീസ് ഓഫ് cement. Following are the important properties of cement. 1. It gives strength to masonry. masonryക്ക് പടവുകൾക്ക് സ്ട്രെങ്ത് നൽകുന്നതിന് എന്തുപയോഗിക്കുന്നു? സിമെന്റ് ഉപയോഗിക്കുന്നു. മേസണറി എന്ന് പറയുന്നത് നമ്മുടെ കല്ലുകളൊക്കെ ഉപയോഗിച്ചുള്ള പടവാണ്. ആ പടവിന് സ്ട്രെങ്ത് നൽകാൻ എന്തുപയോഗിക്കുന്നു? സിമെന്റ് ഉപയോഗിക്കുന്നു. ഇറ്റ് ഈസ് ആൻ എക്സലന്റ് ബൈൻഡിങ് മെറ്റീരിയൽ. ഇത് വളരെ നല്ലൊരു ബൈൻഡിങ് മെറ്റീരിയൽ ആണ്. ഇത് സിമെന്റ്. ഇറ്റ് ഈസ് ആൻ എക്സലന്റ് ബൈൻഡിങ് മെറ്റീരിയൽ. ഇറ്റ് ഈസ് ഈസിലി വർക്കബിൾ. വളരെ സുഖമായിട്ട്, വളരെ സൗകര്യമായിട്ട്
വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു മെറ്റീരിയലാണ് ഏത് ആയിരിക്കണം സിമെന്റ്. വളരെ ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു മെറ്റീരിയൽ ആയിരിക്കണം സിമെന്റ്. ഇറ്റ് ഓഫേഴ്സ് ഗുഡ് റെസിസ്റ്റൻസ് ടു മോയ്സ്ചർ. ഇറ്റ് ഓഫേഴ്സ് ഗുഡ് റെസിസ്റ്റൻസ് ടു മോയ്സ്ചർ. മോയ്സ്ചർ കണ്ടന്റിനെ നന്നായിട്ട് റെസിസ്റ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആയിരിക്കണം ഏത് സിമെന്റ് എന്ന് പറയുന്നത്. മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ വാട്ടർ പാർട്ടിക്കിൾസ്, വാട്ടറിന്റെ ജലാംശങ്ങള് അതിനെ എതിർക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിനെ തടയാൻ കഴിയുന്ന ഒരു മെറ്റീരിയൽ ആയിരിക്കണം ഇത് സിമെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് പൊസസസ് എ ഗുഡ് പ്ലാസ്റ്റിസിറ്റി. ഇത് നല്ല പ്ലാസ്റ്റിക്, അതായത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നേരത്തെ തന്നെ ഈസിലി വർക്കബിൾ എന്ന് പറഞ്ഞു, അതുപോലെ വർക്ക് നല്ല പ്ലാസ്റ്റിസിറ്റി നൽകുന്ന ഒരു മെറ്റീരിയൽ ആയിരിക്കണം ഏത് സിമെന്റ്. ഇത്രയുമാണ് സിമെന്റിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് സിമെന്റ്. ടൈപ്സ് ഓഫ് സിമെന്റ്. Types of cement. One is Portland cement. Portland cement. Portland cement. Second one is high alumina cement. High alumina cement. High alumina cement. Third one is super sulfate cement. Super sulfate cement. And fourth one is natural cement. Natural cement. അങ്ങനെ 4 തരത്തിലാണ് സിമെന്റ്. നമ്മൾ 4 തരത്തിലുള്ള സിമെന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. One is Portland cement, second one is high alumina cement, third one is super sulfate cement, and fourth one is natural cement. Okay. Next, examples of Portland cement. Examples of Portland cement. Portland cement. One is ordinary Portland cement. Ordinary Portland cement. Second one is rapid hardening cement. Rapid hardening cement. Third one is quick setting Portland cement. Quick setting Portland cement. Fourth one is low heat Portland cement. Low heat Portland cement. Fifth one, Portland blast furnace slag cement. Portland blast furnace slag cement. Sixth one, Portland Pozzolana cement. Portland Pozzolana cement. Seventh one, sulfate resisting Portland cement. Sulfate resisting Portland cement. 8, white and colored Portland cement. White and colored Portland cement. 9, air entrained Portland cement. Air entrained Portland cement. 10th one, hydrophobic Portland cement. Hydrophobic Portland cement. ഇങ്ങനെ 10 തരം പോർട്ട്ലാൻഡ് സിമെന്റിന്റെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് uses of cement. Uses of cement. Next, uses of cement. At present, cement is widely used in the construction of various engineering structures. നിലവിലെ വിവിധ സ്ട്രക്ചറുകൾ നിർമ്മിക്കാൻ വേണ്ടി എന്ത് ഉപയോഗിക്കുന്നു? സിമെന്റ് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. It is one of the versatile and universally accepted engineering materials of modern times. ആധുനിക കാലഘട്ടത്തിൽ ഇത് വളരെയധികം പ്രാധാന്യമുള്ളതും അതേപോലെ തന്നെ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് മെറ്റീരിയലുമാണ് ഇത് സിമെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഈസിലി ഇൻ പ്രൊഡക്ഷൻ ആൻഡ് ആപ്ലിക്കേഷൻ. ഇത് നിർമ്മിക്കാനും അതുപോലെ തന്നെ ഉപയോഗിക്കാനും വളരെ എളുപ്പമാണ്. ഫോളോയിങ് ആർ ദ വേരിയസ് പോസിബിൾ യൂസസ് ഓഫ് സിമെന്റ്. താഴെ പറയുന്നവ നമ്മുടെ സിമെന്റിന്റെ കുറച്ച് ഉപയോഗങ്ങളാണ് താഴെ പറയുന്നത്. വൺ ഈസ് സിമെന്റ് മോർട്ടാർ ഈസ് യൂസ്ഡ് ഫോർ masonry വർക്ക്, പ്ലാസ്റ്ററിംഗ്, പോയിന്റിംഗ് എക്സെട്ര. സിമെന്റ് മോർട്ടാർ ഈസ് യൂസ്ഡ് ഫോർ masonry വർക്ക്, പ്ലാസ്റ്ററിംഗ്, പോയിന്റിംഗ് എക്സെട്ര. അതായത് പടവുകൾക്കെല്ലാം നമ്മൾ സിമെന്റ് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്ലാസ്റ്ററിംഗ്, ചുമരുകൾ തേക്കാൻ വേണ്ടി സിമെന്റ് ഉപയോഗിക്കുന്നു. അതായത് തന്നെ പടവുകളിലെല്ലാം പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും
സിമെന്റ് പടന്റെ ഇടകളിൽ ഇങ്ങനെ ഫില്ല് ചെയ്യുന്നതിനാണ് പോയിലിംഗ് എന്ന് പറയുന്നത്. അതിനല്ല എന്ത് സിമെന്റ് ഉപയോഗിക്കുന്നത്. സിമെന്റ് കോൺക്രീറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലേയിങ് ഫ്ലോർസ്, റൂഫ്സ് ആൻഡ് കൺസ്ട്രക്ഷൻ ലിൻഡൽസ്, ബീംസ്, വെതർ ഷെഡ്സ്, സ്റ്റേഴ്സ്, പില്ലേഴ്സ് എക്സെട്ര. എന്തെല്ലാം കോൺക്രീറ്റ്, സിമെന്റ് കോൺക്രീറ്റ് ആണ് നമ്മൾ എന്തെല്ലാം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്? നിലം കോൺക്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു, റൂഫുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു, ലിൻഡലുകള്, നമ്മുടെ ഇതിന്റെയൊക്കെ ബിൽഡിംഗ് ആണെങ്കിൽ ബിൽഡിങ്ങിന്റെ ലിൻഡലുകള്, അതുപോലെ തന്നെ ബീമുകള്, പില്ലറ്, ഗ്ലാസ്, അതുപോലെ തന്നെ സ്റ്റെയർ കേസിന്റെ സ്റ്റെപ്പുകൾ ഉണ്ടാക്കാൻ, വെതർ ഷെഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി, പിന്നെ സൺഷെയ്ഡ്, വീടിന്റെ മുകളിൽ നമ്മൾ സൺഷെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്നു. ഇതെല്ലാം എന്ത് ഉപയോഗിക്കുന്നുണ്ട്? സിമെന്റ് കോൺക്രീറ്റിൽ സിമെന്റ് ഉപയോഗിക്കുന്നതാണ് ഇതെല്ലാം ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കൺസ്ട്രക്ഷൻ ഓഫ് ഇമ്പോർട്ടന്റ് എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സ് ഏതെല്ലാമാണത്? ബ്രിഡ്ജസ്, പാലങ്ങൾ, കൾവേർട്സ്, ഡാംസ്, ടണൽസ്, സ്റ്റോറേജ് റിസർവോയേഴ്സ്, ലൈറ്റ് ഹൗസസ്, ഡോക്ക് ഹാർബേഴ്സ്, റൺവേസ് എക്സെട്ര. ഒരുപാട് ആവശ്യങ്ങൾക്കായിട്ട് നമ്മള് സിമെന്റ് കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടുള്ള സിമെന്റ് ഉപയോഗിക്കുന്നുണ്ട്. പാലങ്ങള്, അതുപോലെ ഡാമുകള്, ടണലുകള്, സ്റ്റോറേജ് റിസർവോയർ, ലൈറ്റ് ഹൗസ്, ഡോക്ക് ഹാർബേഴ്സ്, റൺവേസ്, ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് കൺസ്ട്രക്ഷൻ ഓഫ് വാട്ടർ ടാങ്ക്സ്, വെൽസ്, ടെന്നീസ് കോർട്സ്, സെപ്റ്റിക് ടാങ്ക്സ്, ലാമ്പ് പോസ്റ്റ്, റോഡ്സ്, ടെലിഫോൺ ക്യാബിൻസ് എക്സെട്ര. കൺസ്ട്രക്ഷൻ ഓഫ് വാട്ടർ ടാങ്ക്സ്, ജലസംഭരണികള്, വെൽസ്, കിണറുകള്, ടെന്നീസ് കോർട്ട്, സെപ്റ്റിക് ടാങ്ക്സ്, ലാമ്പ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈദ്യുതകാലുകളൊക്കെ ഉണ്ടല്ലോ, പിന്നെ റോഡുകളിൽ കോൺക്രീറ്റ് ഉപയോഗിക്കുന്നത്, ടെലിഫോൺ ക്യാബിൻ ഉണ്ടാക്കാൻ, അങ്ങനെ വിവിധ കൺസ്ട്രക്ഷന് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. മേക്കിംഗ് ജോയിൻസ് ഫോർ ഡ്രെയിൻസ്, പൈപ്സ് എക്സെട്ര. നമ്മുടെ ഡ്രെയിനേജ് പൈപ്പുകൾ, അത് മറ്റുള്ള പൈപ്പുകളൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയും, അതിന്റെ രണ്ട് പൈപ്പുകൾ അല്ലെങ്കിൽ ബെൻഡുകളൊക്കെ വരുന്ന സ്ഥലത്തൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി സിമെന്റ് കോൺക്രീറ്റ് ഉപയോഗിക്കുന്നുണ്ട്. മാനുഫാക്ചറിംഗ് ഓഫ് പ്രീകാസ്റ്റ് പൈപ്സ്, പൈൽസ്, ഗാർഡൻ സീറ്റ്സ്, ഫ്ലവർ പോട്ട്സ്, ഡസ്റ്റ്ബിൻസ്, ഫെൻസിംഗ് പോസ്റ്റ് എക്സെട്ര. മാനുഫാക്ചറിംഗ് ഓഫ് പ്രീകാസ്റ്റ് പൈപ്പ്, നമ്മൾ ആദ്യം തയ്യാറാക്കിക്കുന്ന പൈപ്പുകൾ, നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണാം, മറ്റേ പാലത്തിന് പകരം റോഡിന് കുറുകെയുള്ള പൈപ്പുകൾ, അതിന് വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പുകൾ, അങ്ങനെയുള്ള സിമെന്റ് കോൺക്രീറ്റ് പൈപ്പുകളെല്ലാം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. പൈൽസ്, നമ്മുടെ ബിൽഡിങ്ങിന്റെ പൈൽ ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്ന പൈൽസുകൾ നിർമ്മിക്കാൻ, അതുപോലെ തന്നെ ഗാർഡൻ സീറ്റ്, ഗാർഡനിൽ ഇരിക്കാൻ ഉപയോഗിക്കുന്ന സീറ്റുകൾ, ഫ്ലവർ പോട്ട്സ്, പൂപാത്രങ്ങള്, ഡസ്റ്റ്ബിൻസ്, വേസ്റ്റ് ബിന്നുകള്, ഫെൻസിംഗ് പോസ്റ്റ്, അതുപോലെ നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റ് പോലുള്ള പോസ്റ്റുകള്, ഫെൻസിംഗ് പോസ്റ്റുകള്, ഇവയെല്ലാം നിർമ്മിക്കാൻ വേണ്ടി എന്ത് ഉപയോഗിക്കുന്നുണ്ട്? സിമെന്റുകൾ. ഇതെല്ലാം സിമെന്റിന്റെ ഉപയോഗങ്ങളാണ്. ഒരുപാട് ഉപയോഗങ്ങൾ സിമെന്റ് കൊണ്ടുണ്ട്. അതെല്ലാം വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സിമെന്റ് എന്ന പോർഷൻ ഇവിടെ അവസാനിക്കുന്നു.